ഹലോ, വെൽക്കം ടു ഗായത്രി CS ലെക്ചേഴ്സ്. ഈ ചാനലിൽ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് ഈ വീഡിയോ സീരീസിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രോഗ്രാമിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ കോഡിംഗ് പേടിയാണ് എന്നുള്ളവർക്കൊക്കെ ഈ വീഡിയോ സീരീസ് ഉപകാരപ്പെടും. അപ്പൊ ഇതില് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെയാണ് കോഡിംഗ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സീരീസിലെ ഒരു വീഡിയോ മിസ്സാകാതെ കാണുക. കോഡിംഗ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. താങ്ക് യു. നമുക്ക് നമ്മുടെ ആദ്യത്തെ സി പ്രോഗ്രാം എഴുതാം. സി പ്രോഗ്രാം നമുക്ക് രണ്ട് രീതിയിലാണ് എഴുതാൻ പറ്റുന്നത്. ഒന്ന്, നമ്മുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ സിയുടെ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കോഡ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ധാരാളം കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു കമ്പൈലറിൽ നമുക്ക് കോഡ് എഴുതാൻ പറ്റും. അപ്പൊ ഇതില് രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓൺലൈനായിട്ട് ഒരു കമ്പൈലർ ചൂസ് ചെയ്ത് അതിൽ കോഡ് എഴുതും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ആദ്യമായിട്ട്. അപ്പോൾ ബ്രൗസർ വിൻഡോയില് ഞാൻ ടാബ് എടുത്തു. സെർച്ച് ബാറിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ധാരാളം കമ്പൈലേഴ്സ് നമുക്കുണ്ട്. അപ്പൊ ഏത് കമ്പൈലറിലാണോ കോഡ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പൈലറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 എന്ന് പറയുന്ന കമ്പൈലർ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോ 1C കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോ 1 കമ്പൈലർ ഇവിടെ ലിസ്റ്റ് ചെയ്തു. അത് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പൊ ഇതാണ് 1 കമ്പൈലറിന്റെ വെബ്സൈറ്റ്. ഇവിടെയാണ് ഞാൻ കോഡ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ കുറച്ച് കോഡൊക്കെ ഉണ്ട്. ഞാൻ ആ കോഡെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അപ്പോ ആദ്യത്തെ പ്രോഗ്രാം എഴുതാൻ പോവാ. പക്ഷെ എന്താ നമുക്ക് എഴുതേണ്ടത്? മെസ്സേജ്, സ്ക്രീനിൽ ഒരു സിമ്പിൾ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അതാണ് ഞാൻ എഴുതാൻ പോകുന്ന കോഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1-2 ലൈൻസ് എഴുതുന്നുണ്ട്. ഈ ലൈൻസ് ഒന്നും നിങ്ങളിപ്പോ ചിന്തിക്കുകയേ വേണ്ട, അതിനെക്കുറിച്ച് പേടിക്കുകയും വേണ്ട. അതായത് നമ്മുടെ റൂമിലേക്ക് പോകുമ്പോ നമ്മുടെ റൂമിന്റെ ഡോറ് തുറക്കണമല്ലോ. ഡോറ് തുറന്നാലേ റൂമിനകത്തേക്ക് കയറാൻ പറ്റും. പക്ഷെ ഡോറ് തുറക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഡോറിന്റെ മെറ്റീരിയൽ എന്താണെന്നോ അല്ലെങ്കിൽ ഡോറിന്റെ പെയിന്റ് എന്താണെന്നോ നമ്മൾ എപ്പോഴും ആലോചിക്കോ? ചിന്തിക്കൊന്നുമില്ലല്ലോ അല്ലെ? അതുപോലെ വിചാരിച്ചാൽ മതി. ഇപ്പൊ ടൈപ്പ് ചെയ്ത കുറച്ച് ലൈൻസ് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇനിയിപ്പോ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് ആലോചിക്കാം. നമുക്ക് വേണ്ടത് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. മെസ്സേജ് ഞാൻ പറയുന്നു ഫസ്റ്റ് സി പ്രോഗ്രാം എന്നുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിന് ഇത്രയും വേണ്ടി നമ്മൾ ഇവിടെ കമ്പൈലറിന് ഒരു കമാൻഡ് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് സി പ്രോഗ്രാം എന്ന് പ്രിന്റ് ചെയ്യുക. അപ്പോ കമാൻഡ് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്: പ്രിന്റ് എഫ്, എന്നിട്ട് ഒരു ബ്രാക്കറ്റിനകത്ത് എനിക്ക് വേണ്ട മെസ്സേജ് ഡബിൾ കോട്ടിനകത്ത് ടൈപ്പ് ചെയ്തു. ഫസ്റ്റ് സി പ്രോഗ്രാം. അതിനുശേഷം ഈ സെന്റൻസിന്റെ ഇപ്പൊ ഒരു കമാൻഡ് കൊടുത്തല്ലോ, അതിന്റെ ഏറ്റവും അവസാനം ഞാനൊരു സെമികോളൻ കൊടുക്കും. അതിനുശേഷം ഇതിനെ ഒന്ന് റൺ ചെയ്യുന്നു. റൈറ്റ് സൈഡില് ഫസ്റ്റ് സി പ്രോഗ്രാം എന്ന് പറയുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാ സി പ്രോഗ്രാമിംഗ്. അപ്പൊ ഇവിടെ എന്താണോ ഈ കോഡ്സിനകത്ത് ടൈപ്പ് ചെയ്ത് അത് അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പൊ ഇതിലൊരു ചെറിയ മാറ്റം ഞാൻ കൊടുക്കുന്നു. സി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആയിരുന്നു, ഞാനത് ക്യാപ്സിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ വീണ്ടും റൺ ചെയ്തു. ഇപ്പൊ എന്താ? ക്യാപിറ്റൽ ലെറ്റർ സി വന്നില്ലേ? അപ്പൊ ഞാൻ ഈ കോഡ്സിനകത്ത് എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ ഫസ്റ്റ് പ്രോഗ്രാം എന്താ ചെയ്തത്? ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുന്ന മെസ്സേജ് അതുപോലെ പ്രിന്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് പ്രോഗ്രാം. Okay, thank you.